നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കിട്ടിയ അവസരം അവൾ മുതലെടുത്തു. പിന്നെ മോളുടെ കൂടെ സ്കൂട്ടർ വന്നപ്പോൾ പറ്റിയ അപകടമായതുകൊണ്ട് അവർക്കതിന് ന്യായീകരണമുണ്ട്. കാർത്തിയാനി അമ്മയ്ക്ക് പോലും മറുത്തൊന്നും പറയാൻ വയ്യാത്ത അവസ്ഥയുമായി. അല്ല, മോളിപ്പോ എവിടെയാ തങ്ങുന്നേ? ഓ, സന്ദീപ് ജോലി ചെയ്യുന്ന നാഥന്റെ ഹോട്ടലിലോ സന്ദീപ് താമസിക്കുന്നിടത്തോ? അത് നന്നായി. അങ്ങനെ ഒരുത്തനെങ്കിലും വന്നുപെട്ടത് ദേവിയുടെ കാരുണ്യം എന്നേ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അവൻ നല്ല ചെറുപ്പക്കാരനാ, ചതിക്കില്ല മോളെ. സ്നേഹിക്കാനേ അറിയൂ, നല്ല മനസ്സാണ്. പിന്നെ അവന്റെ അമ്മയുടെ ഒരു അനുവാദം കൂടി കിട്ടിയിരുന്നെങ്കിൽ മോളുടെ കാര്യം ശുഭമായേനെ. ഞാൻ 2-3 വട്ടം വീട്ടിൽ പോയി സുരേന്ദ്രനെ കണ്ടിരുന്നു. ഇതിനിടയ്ക്ക് മാംഗ്ലൂരിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു അത്രേ. അവൻ ഏതോ ഒരു പ്രമാണോ എഗ്രിമെന്റോ എന്തോ എടുത്ത് കാണിച്ചു അത്രേ. സുരേന്ദ്രൻ ആ ചെറുപ്പക്കാരന്റെ അച്ഛന് എഴുതി കൊടുത്ത ഏതോ ഒരു എഗ്രിമെന്റ് ആണ് പോലും. എന്ത് എഗ്രിമെന്റ് ആണെന്നൊന്നും അവൻ പറഞ്ഞില്ല. 3 മാസം കഴിഞ്ഞ് വീണ്ടും വരുമെന്നും അന്ന് പറയാമെന്നാണ് പറഞ്ഞിട്ട് പോയതെന്നും ഇന്ദുമതി പറഞ്ഞു. എന്താണെന്ന് എനിക്കും വലിയ പിടിയൊന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് സംസാരിച്ചിട്ടുമില്ല. എന്നോടൊന്നല്ല, ആരോടും സംസാരിച്ചിട്ടുമില്ല. കാർത്തിയാനി അമ്മയ്ക്കൊക്കെ അറിയാവുന്ന കുടുംബാ ആ പയ്യന്റേത്. പിന്നെ ഗതികേട് വരുമ്പോ എല്ലാം കൂടി ഒന്നിച്ചായിരിക്കും. ആ ഇന്ദുമതി നിന്നോട് കാണിച്ച കടുങ്കയ്യെക്കുറിച്ച് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ സഹതാപവും സങ്കടവും ഒക്കെ തോന്നും. സുരേന്ദ്രൻ ഇങ്ങനെയൊക്കെ അധ്വാനിച്ചിട്ടും ഒന്നും മിച്ചം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോവാവോ? മോളെ, ഞാൻ ഒന്നുകൂടി കയറി തൊഴുതിട്ട് വരാം. സുരേന്ദ്രനും മോൾക്കും വേണ്ടിയൊക്കെ എത്രയൊക്കെ തൊഴുതിട്ടും പ്രാർത്ഥിച്ചിട്ടും മതിയാവുന്നില്ല മോളെ. ഫോണില് ആരുല്ലപ്പാ. പിന്നെ ഞാൻ ആലോചിക്കായിരുന്നു എന്ത്? ദേവുട്ടേച്ചിയെ കുറിച്ച്. ഞാൻ ചേച്ചിയോട് വലിയ വിശ്വാസവഞ്ചന കാണിച്ചു. എന്ത് വിശ്വാസം, എന്ത് വഞ്ചന? എടാ, ഇതൊക്കെയാണ് ലോകം. കള്ളവും വഞ്ചനയുമാണ് ലോകത്തിന്റെ പൊതു സ്വഭാവം. ദേ, വലിയ ഹരിചന്ദ്രന്മാരായി ഭാവിക്കുന്നവർ പോലും ഗതികിടുന്ന സന്ദർഭത്തിൽ വലിയ വഞ്ചകരായി മാറും. അതുകൊണ്ട് നീ അത് വിചാരിച്ച് വെറുതെ വിഷമിക്കണ്ട. അപ്പം കാണുന്ന ലോകമല്ല ഞാൻ കാണുന്ന ലോകം. അപ്പന്റെ ജീവിത ലക്ഷ്യവും എന്റെ ജീവിത ലക്ഷ്യവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ദേവുട്ടേച്ചിയെ കുറിച്ച് എത്ര തവണ അപ്പനോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോഴുണ്ടാകുന്ന സമാധാനവും സന്തോഷവും ദേവുട്ടേച്ചിയുടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള ചേച്ചിയാ ഞാൻ പറഞ്ഞു പറ്റിച്ചത്. ആ വഞ്ചന ആരും പൊറുക്കില്ലപ്പാ. അതാരെങ്കിലും പൊറുക്കണമെന്ന് ചിന്തിക്കുമ്പോഴല്ലേ പ്രശ്നം. പൊറുക്കണ്ട, നീ ഇനി അവിടെ കാണണ്ട. അപ്പനറിയാലോ, എനിക്ക് വളരെ കുറച്ച് കൂട്ടുകാരേ ഉള്ളൂ. അവരെ തന്നെയും വളരെ അപൂർവമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അതിനിടയിലാ ചേച്ചി വന്നു പെട്ടത്. ആകെ ബോറാവുമ്പോ ഓടിപ്പോയിട്ട് ചേച്ചി ഒന്ന് കാണും. അന്നേരം വലിയ ആശ്വാസപ്പാ. ഇനിയിപ്പോ ചേച്ചിയെ ഞാനെങ്ങനെ ഫേസ് ചെയ്യും?